ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള കിള്ളി സാമ്പാർ തയ്യാറാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 5-6 വറ്റൽമുളക് പൊട്ടിച്ചെടുത്തതാണ്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തത് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പരിപ്പിൻ്റെ ഒരു കട്ടി അനുസരിച്ചിട്ട് വേണം ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. അപ്പോൾ തക്കാളി ഉള്ളി മാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതപ്പോൾ ഒരു 5 മിനിറ്റ് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ദോശയുടെയും ഇഡ്ഡലിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒരു കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.